ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനും അയാനും കൂടി ഇന്നൊരു സ്ഥലത്ത് പോവുകയാണ് കേട്ടോ. അയാൻ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത്. അയാൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ക്രിസിൻ്റെ അടുത്തേക്ക്. ക്രിസിൻ്റെ വാവയുടെ മാമോദീസ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണ്. ഞാലൂക്കരയിലാണ് സ്ഥലം. അതിന് പോണ വഴിക്ക് നമുക്ക് വാവയ്ക്കുള്ള ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു ടോയ് ഷോപ്പിൽ കയറി വാവയ്ക്കുള്ള ഗിഫ്റ്റ് വാങ്ങി. അപ്പോഴത്തേക്കും ടോയ് ഷോപ്പാണല്ലോ, അതുകൊണ്ട് അയാൻ അവിടെ കൂടി നടന്നു. അതും ഇതും എല്ലാം എടുത്ത് നോക്കണ്ടായിരുന്നു. പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ജീപ്പാണ്. ഇതിൽ കയറിയിരുന്ന ആൾ ഓടിക്കാനൊക്കെ നോക്കണുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഓർത്തു അതിൽ കയറിയിരുന്ന ആഗ്രഹമൊക്കെ ഒന്ന് തീർത്തോട്ടെ, നമ്മളെ കൊണ്ട് അതൊന്നും വാങ്ങിക്കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ഓടിച്ച് നോക്കി ഒരു ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ആളുടെ മട്ടൊക്കെ മാറി. അപ്പായി എനിക്കത് വാങ്ങിത്താ അപ്പായി എന്ന് പറഞ്ഞ് ബഹളമായിരുന്നു. പിന്നെ ഒരു കണക്കിന് ആളെ ആശ്വസിപ്പിച്ച് തിരിച്ച് ഗിഫ്റ്റൊക്കെ വാങ്ങി ഞങ്ങൾ വണ്ടിയിലൊക്കെ കയറി നമ്മൾ പോവാണ്. അപ്പോൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ആൾ ഗിഫ്റ്റൊക്കെ കയ്യിൽ പിടിച്ചിട്ട് താങ്ങി പിടിച്ചപ്പോൾ ഒരു ഒറ്റ പോക്കായിരുന്നു. അവിടെ എത്തിയപ്പോഴത്തേക്കും ക്രിസും ടീമും വലിയ ഡാൻസ് പെർഫോമൻസിലൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവരുടെ ഡാൻസ് പെർഫോമൻസ് ഒക്കെ കണ്ടുകൊണ്ട് അങ്ങനെ നിന്നു. നല്ല അടിപൊളിയായിട്ട് അവർ ഡാൻസ് കളിക്കണുണ്ടായിരുന്നു കേട്ടോ. ക്രിസ് ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അയാനെ നോക്കിക്കൊണ്ടിരിക്കണ്ടായിരുന്നു സ്റ്റേജിൽ വെച്ചുകൊണ്ട് തന്നെ. അപ്പോൾ അവൻ എങ്ങനെയെങ്കിലും ഡാൻസൊക്കെ കഴിഞ്ഞൊന്ന് പോരണം അയാൻ്റെ അടുത്തേക്ക്. ഡാൻസ് കഴിഞ്ഞ വഴി ക്രിസ് ഓടി അയാൻ്റെ അടുത്തേക്ക് വന്നു. പിന്നെ ഈ രണ്ടുപേരുടെയും സ്നേഹപ്രകടനങ്ങൾ ഇനി അതിന് പ്രത്യേകിച്ചൊരു വിവരണത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഈ വീഡിയോയിൽ തന്നെ മനസ്സിലാവും. രണ്ടുപേരും അത്രയ്ക്ക് കൂട്ടാം. LKGയിലും UKGയിലും അവർ ഒരുമിച്ച് ഒരു സീറ്റിലിരുന്ന് പഠിക്കുള്ളായിരുന്നു. ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് ആയപ്പോഴും ക്രിസും പറയുമായിരുന്നു, അയാനും പറയുമായിരുന്നു, അയാനുണ്ടെങ്കിൽ ഞാൻ ആ ക്ലാസ്സിൽ പഠിക്കുകയുള്ളൂ, ക്രിസ് ഉണ്ടെങ്കിൽ ഞാൻ അവിടെ പഠിക്കുകയുള്ളൂ എന്നായിരുന്നു രണ്ടുപേരും. അത്രയ്ക്ക് സ്നേഹമാണ് രണ്ടുപേരും. ഒരേ വൈബുള്ള രണ്ട് കൂട്ടുകാരാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഞങ്ങളവിടെ ചെന്നപ്പോൾ അയാനറിയാത്ത ആരുമില്ല. കാരണം ക്രിസ് അത്രയ്ക്ക് പറഞ്ഞ് ഏറ്റി കൊടുത്തിട്ടുണ്ട് അയാനെ പറ്റി. എല്ലാവരും പറഞ്ഞു അയാനെ പറ്റി മാത്രമേ ക്രിസ് പറയാറുള്ളൂ. അപ്പോൾ ഇവരുടെ ഈ സന്തോഷം ഞാനിങ്ങനെ വീഡിയോയിൽ പകർത്തിയെടുത്തു. കുറച്ചുകൂടി വലുതാവുമ്പോൾ ഇവർക്ക് കാണിച്ചു കൊടുക്കാമല്ലോ നിങ്ങൾ ഇങ്ങനെ ഇത്രയും കൂട്ടായി കുഞ്ഞിലേ തുടങ്ങിയുള്ളത്. അപ്പോൾ ഇവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ദിവസം നമ്മൾ ചിലവഴിച്ചത്. ഇവർ രണ്ടുപേരും എന്നും ഇതുപോലെ ഹാപ്പി ആയിട്ട് നല്ല ഫ്രണ്ട്സായിട്ട് മുന്നോട്ട് പോട്ടെ. അപ്പോൾ ഞങ്ങൾക്ക് പോകാൻ സമയമായി. ഞങ്ങൾ ടാറ്റ പറയുകയാണ്. അപ്പോൾ ക്രിസ് അയാനെ കൈവിടാതെ ഇങ്ങനെ ഞങ്ങൾ പോണ വഴി വരെ ആൾ ഞങ്ങളുടെ കൂടെ വന്നു, ടാറ്റയൊക്കെ പറഞ്ഞു. ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ ഒന്ന് എടുക്കണമെന്ന് തോന്നി, നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി, അത്രയേ ഉള്ളൂ. അപ്പോൾ ടാറ്റ.